തിരുവനന്തപുരത്തെ CPIഎമ്മിന്റെ പരാജയത്തെക്കുറിച്ച് പഠിക്കാനൊരുങ്ങുകയാണ് പാർട്ടി. BJP വിജയിച്ച മണ്ഡലങ്ങളിൽ BJP കോൺഗ്രസ് ഡീൽ എന്ന ആരോപണവുമായി CPIഎം ജില്ലാ സെക്രട്ടറി A. റഹീം രംഗത്തെത്തി. നേമത്ത് കോൺഗ്രസിന്റെ വോട്ടുകൾക്ക് സാരമായ കുറവ് സംഭവിച്ചുവെന്നും കഴക്കൂട്ട് നിന്ന് നടന്നത് അധാർമികമായ നീക്കങ്ങളെന്നും CPIഎം ജില്ലാ സെക്രട്ടറി. ജില്ലയിലെ പാർട്ടി കോട്ടകളിൽ ഇപ്പോഴും അടിത്തറ ഭദ്രമെന്നാണ് CPIഎം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്താകെ UDF തരംഗം ആനടിച്ചതിൽ തലസ്ഥാനത്തെ ഇടതുപക്ഷ കോട്ടകൾ പലതും കടപുഴകിയിരുന്നു. LDF പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലങ്ങൾ പലതും കൈപിടിച്ചപ്പോൾ മുന്നണിക്ക് നഷ്ടമായത് 8 സിറ്റിംഗ് സീറ്റുകൾ. ഇതിൽ ഭൂരിഭാഗം സീറ്റും നഷ്ടപ്പെട്ട CPIഎം ആണ് ഇപ്പോൾ ജില്ലയിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കാനൊരുങ്ങുന്നത്. ഭരണവിരുദ്ധ വികാരമാണോ, സ്ഥാനാർത്ഥികളോടുള്ള എതിർപ്പാണോ പരാജയ കാരണമെന്നാണ് ജില്ലാ നേതൃത്വം പ്രധാനമായും വിലയിരുത്തുക. BJP നേടിയ 2 സീറ്റുകളും CPIഎമ്മിന്റെ സിറ്റിംഗ് സീറ്റുകൾ എന്നതും പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. എന്നാൽ ഈ മണ്ഡലങ്ങളിൽ BJP കോൺഗ്രസ് ഐക്യമുണ്ടായിരുന്നതായി ജില്ലാ സെക്രട്ടറി A. റഹീം ആരോപിച്ചു. കൂടാതെ നേമത്ത് BJP വിജയിച്ചത് ശബരിനാഥിന്റെ ബലിയിലാണെന്നും ജില്ലാ സെക്രട്ടറി. നിയമമണ്ഡലത്തിൽ ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടതല്ല. അവിടെ വിജയിച്ചിരിക്കുന്നത് ശബരിനാഥിന്റെ ബലിയിലാണ്. അത് വളരെ ക്ലിയർ ആയത് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ തവണ K. മുരളീധരൻ പിടിച്ച വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ്. ആ കോൺഗ്രസിന്റെ വോട്ടിൽ സാരമായ കുറവ് ഉണ്ടാവുകയും എന്നാൽ അതേസമയം മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ്. ഒരു കാരണവശാലും രാജീവ് ജയിക്കേണ്ടതല്ല, അവിടെ LDF ശിവൻകുട്ടി ജയിക്കേണ്ടതാണ്. BJP ജയിച്ചു കയറിയ കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥിക്കെതിരെ ജനങ്ങൾക്കിടയിൽ യുക്തിരഹിതമായ നുണകൾ കോൺഗ്രസും BJPയും ചേർന്ന് പ്രചരിപ്പിച്ചുവെന്നാണ് CPIഎമ്മിന്റെ ആരോപണം. കാലാകാലങ്ങളിൽ CPIഎമ്മിന്റെയും CPIയുടെയും കോട്ടകളായ വാമനപുരവും ചിറയൻകീഴും നഷ്ടപ്പെട്ടതിന്റെ നടുക്കം മുന്നണിക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല. എന്നാൽ പാർട്ടി കോട്ടകളിൽ ഇപ്പോഴും അടിത്തറ ഭദ്രമെന്നാണ് CPIഎം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.